ഹലോ ഗായ്സ്, വെൽക്കം ടു ടുഡേ മിനി വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത് കൊച്ചിയിലെ ബെസ്റ്റ് ഷവർമ സ്പോട്ടിലേക്കാണ്. അപ്പോൾ ചെറിയ ഒരുക്കത്തിലാണ് ഞാൻ. മുടിയാണ് ടാസ്ക്. മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് വിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് നമ്മളുടെ കണ്ണാണ്. കണ്ണ് ഭയങ്കരമായിട്ട് ഡാർക്ക് സ്പോട്ട് ഉണ്ട് എനിക്ക്. അപ്പോൾ അതൊന്ന് റിമൂവ് ആവണം. അപ്പോൾ ആ പ്രൊഡക്റ്റും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അടുത്തിടെ ഞാൻ വാങ്ങിച്ചതാണ് മെബലൈൻ്റെ കൺസീലർ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നല്ല അടിപൊളി സാധനമാണ്. നന്നായിട്ട് ഡാർക്ക് സ്പോട്ട് റിമൂവ് ആവുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽസ് കമൻറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം. പിന്നെ കണ്ണൊന്ന് ഗ്ലിറ്ററിങ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇടാതെ എന്ത് പാർട്ടി എന്ന് പറയുന്ന പോലെ ഞാനിവിടെ പിങ്ക് ഷെയ്ഡാണ് അപ്ലൈ ചെയ്തത്. പിങ്കിൻ്റെ കൂടെ കുറച്ച് ബ്രൗൺ കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നല്ല അടിപൊളി കളർ കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിങ്കിൻ്റെ കൂടെ കുറച്ച് ബ്രൗൺ കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി കളറാണ്. അതിൻ്റെ കൂടെ ഞാനൊന്ന് ലിപ്പ് ലൈനർ കൂടി, ഡാർക്ക് ലിപ്പ് ലൈനർ കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിഞ്ഞ് കിട്ടി. ഇനി കമ്മൽ ഏത് ഇടാം. അപ്പോൾ അതിനിടയിൽ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇപ്പോൾ അടുത്തിടെ വാങ്ങിച്ചൊരു ഷർട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെയർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറച്ച് ലൂസ് ടൈപ്പാണ്, ഒരു ബ്രൗൺ കളർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കമ്മൽ ഏത് ഇടാം? അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കമ്മൽ തന്നെ സൂട്ട് ചെയ്തു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കമ്മലാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞാൽ ഷർട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ അടുത്തുനിന്ന് കാണുമ്പോൾ എനിക്ക് എങ്ങനെ തോന്നി? അപ്പോൾ ഒരു ലൂസ് ടൈപ്പാണ്. അപ്പോൾ എല്ലാവർക്കും അത് സൂട്ടാവും. അപ്പോൾ ഇനി ഒരു വള കൂടിയിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഫിനിഷായി. അപ്പോൾ കൊച്ചിയിൽ ഈവനിങ് ഇറങ്ങാമെന്ന് പറയുന്നതാണ് വൈബ്. നൈറ്റാണ് കൊച്ചി ഉണരുന്നത് എന്ന് പറയുന്നത് പോലെ ഈവനിങ് പുറത്തു പോകാനാണ് കൊച്ചിക്കാർക്കും എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഓൾ സെറ്റ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവാം. ഷവർമ സ്പോട്ട് പോകണം, കുറച്ച് വെജിറ്റബിൾ വാങ്ങിക്കണം, ഫ്രൂട്ട്സ് വാങ്ങിക്കണം. അപ്പോൾ കുറച്ച് പർച്ചേസിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മളുടെ ഷവർമ സ്പോട്ടിലേക്ക് പോകാൻ. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ ഓറ് എങ്ങനെ സെറ്റായിരിക്കുകയാണ്. ഓറൊക്കെ പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഉത്സാഹമാണ്. അപ്പോൾ നമുക്ക് കുറേ പർച്ചേസിങ് പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ കൊച്ചി ഈവനിങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ, ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ ഫിഷൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്ത് ഒരു ചേട്ടൻ കുറച്ച് പച്ചക്കറികളൊക്കെ വെക്കുന്നുണ്ട്. നല്ല ഫ്രഷ് പച്ചക്കറികളാണ്. ഈവനിങ് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ഫ്രഷ് പച്ചക്കറികൾ കിട്ടും. ചീര, സ്പ്രിംഗ് ഓണിയൻ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. ഓറ ഇവിടെ ചില്ലൗട്ടിലാണ്. ഓറ സ്വച്ഛ് ഭാരത് പരിപാടിയിലാണ്. അപ്പോൾ അവളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് നമ്മളെ ഷവർമ സ്പോട്ടിലെത്തിയിരിക്കുന്നു. BBQ ഡിലൈറ്റ് BBQ ഷവർമ സ്പോട്ടാണ്. നല്ല അടിപൊളി വൈബല്ലേ? അപ്പോൾ നൈറ്റ് നല്ല അടിപൊളി വൈബാണ്. അപ്പോൾ ഇത് വരുന്നത് തൃപ്പൂണിത്തറ ഇരുമ്പനം ഭാഗത്ത് നിന്ന് ഹിൽ പാലസ് ചോറ്റാനിക്കര ഭാഗത്തേക്ക് പോകുന്ന സൈഡിലാണ് ഈ BBQ ഡിലൈറ്റ് BBQ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇവിടെ ട്രൈ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു ഇതുപോലെ തന്നെ നമ്മൾ വിശന്നപ്പോൾ ഈ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം റെഗുലർ ഷവർമയായിരുന്നു പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഞാൻ കഴിച്ചപ്പോൾ വണ്ടർ അടിച്ചു പോയി. ഞാൻ കൊച്ചിയിൽ ഇത്ര വർഷമായിട്ട് ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഷവർമ ഞാൻ കഴിച്ചിട്ടില്ല. ഡിലൈറ്റ് ഷവർമയാണ്. അൽത്താസ് ഷവർമയൊക്കെ ബാക്കിൽ നിൽക്കും എന്ന് പറയും. കാരണം ഭയങ്കര റേറ്റ് കുറവാണ്. 120 റെഗുലറിനുള്ളൂ. അപ്പോൾ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. പെരി പെരി ഷവർമ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഞാനതൊന്നും ട്രൈ ചെയ്ത് നോക്കില്ല. ഞാൻ റെഗുലർ തന്നെ വാങ്ങിച്ചത്. റെഗുലർ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നല്ല ചീസി യമ്മിയാണ്. അപ്പോൾ കൊച്ചി തൃപ്പൂണിത്തറ സൈഡിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് വരുന്ന ആൾക്കാർ ഇവിടെ ഡിലൈറ്റ് ഷവർമ സ്പോട്ടിൽ എന്തായാലും കയറി ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പുണ്ടായിരുന്നു. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒന്നും നോക്കൂല. അത് ആർത്തിയോടെ തിന്നുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആർത്തിയോടെ തിന്നത് ഇത് നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഷവർമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളൊന്നും കഴിക്കാത്ത ഒരാളാണ്. എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ചീസിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ്. നമ്മുടെ BBQ റെസ്റ്റോറൻറ്റ് ഇരുമ്പനം ഭാഗത്ത് ആണ് ഇതുള്ളത്. അപ്പോൾ ഷവർമയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു അത്തറിൻ്റെ മണം, റംസാനൊക്കെ അല്ലേ, അപ്പോൾ ഒരു അത്തർ പൂശിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബൈ, ചാച്ചാ.